ഇതിപ്പോ കറക്റ്റ് സർക്കാർ ജോലി കിട്ടിയ പോലെ. ഇനിയിപ്പോ വർഷം ഓരോ പരോളും കൂടെ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ഗൾഫിൽ നിന്നൊക്കെ പ്രവാസികൾ നാട്ടിൽ വരും. അതുപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ച് നാട്ടിലൊന്ന് വിലസി നടക്കും ഇമാരിൽ. ഇത് മാത്രമാണോ ആനുകൂല്യങ്ങൾ? ഇപ്പൊ ഒരുപാടായാലും 3 നേരം ഭക്ഷണം, നല്ല താമസം, ഫുൾ പ്രൊട്ടക്ഷൻ. ഇനിയിപ്പോ പെൻഷൻ കൂടെ അനുവദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കള്ളന്മാര്, പിടിച്ചുപറിക്കാര്, കൊലപാതകൾ, പീഡന വീരന്മാരുൾപ്പെടെ ഇവന്മാരുടെ എല്ലാം ജീവിതത്തിന്റെ അന്തസ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അല്ല, അന്തസ്സുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഇവന്മാരെല്ലാം ജയിലിൽ പോയി? ഇനിയിപ്പോ PSC എഴുതാനായിരിക്കത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ തിരക്കി. ജയിലിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ തിരക്കൂട്ടുന്നത്. യുവതലമുറയെ നശിപ്പിക്കുന്നതിൽ ഏതൊക്കെ നിയമം കൊണ്ടുവരാമോ ആ നിയമം എല്ലാം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറ്റവാളികളായാലും സാധാരണക്കാരായെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ 100 അവസരം, നന്നാവാൻ ഒരു അവസരം പോലും ഇല്ല. തെറ്റ് ചെയ്യുന്നതിന് വീണ്ടും 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 പ്രോത്സാഹനം കൊടുക്കുന്ന ഒരേ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ. ഇനിയിപ്പോ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമം കണ്ട സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ എല്ലാം മനസ്സിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വന്നു കാണും. ഇഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ചലഞ്ഞ് ജോലി മേടിക്കുന്നതിലും നല്ലതാണ് നല്ല പോക്കൃതരമോ തോന്നിയവാസം ചെയ്ത് ജയിലിൽ പോകുന്നു. അതാകുമ്പോൾ നല്ല ശമ്പളവും കിട്ടും, നല്ല താമസവും കിട്ടും, നല്ല ഫുഡും കിട്ടും, നല്ല പ്രൊട്ടക്ഷനും കിട്ടും. ഒരു അന്തസ്സും ഇല്ലാത്തവന്മാരുടെ അന്തസ് ഉയർത്തി കാണിക്കാൻ വേണ്ടി നിങ്ങൾ പാസ്സാക്കിയ നിയമങ്ങളും